അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് യെല്ലോ ഡ്രാഗൺ ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ ആണ് ചെയ്യുന്നത്. ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഞാൻ റെഡൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും യെല്ലോ അങ്ങനെ ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ യെല്ലോ കഴിക്കുന്നതും കൂടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഈ ഡ്രാഗൺ ഫ്രൂട്ട് വെറൈറ്റി തന്നെ ഏറ്റവും അധികം മധുരമുള്ള വെറൈറ്റീസ് എന്ന് പറയുന്നത് യെല്ലോ വെറൈറ്റീസ് ആണ്. അതിനകത്ത് ഇത് പർട്ടിക്കുലർ ഇനം ഏതാണെന്ന് എനിക്കറിയത്തില്ല. ഇതൊരു ഇക്വഡോറിൽ നിന്നും വന്ന ഡ്രാഗൺ ഫ്രൂട്ടാണ്. നമുക്ക് എന്തായാലും ഇത് മുറിച്ച് ഇതിൻ്റെ ടേസ്റ്റും കൂടെ നോക്കാം. നമുക്ക് ഏകദേശം ഒരു 300 ഗ്രാമൊക്കെ വരുമെന്നാണ് എൻ്റെ ഒരു ധാരണ. അപ്പോൾ നമുക്ക് ഇതൊന്ന് കഴിച്ചും കൂടെ നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. റെഡ് ഞാൻ കഴിച്ചിട്ടുണ്ട്, എങ്കിലും യെല്ലോ ആദ്യമായിട്ടാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. നല്ല മധുരമുണ്ട് കേട്ടോ, റെഡ് പോലെയല്ല. യെല്ലോ ഒരു റെക്കമെൻഡ് ഫ്രൂട്ട് തന്നെയാണ്, നല്ല മധുരമുണ്ട്. ഇതിന് ഇവിടെ കാനഡയിലൊക്കെ ഇത് അറിയപ്പെടുന്ന കിരൺ ഫ്രൂട്ട് എന്നുള്ള പേരും കൂടെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് നടാവുന്നതും കഴിക്കാവുന്നതുമായിട്ടുള്ള ഒരു മികച്ച ഫ്രൂട്ട് തന്നെയാണ് ഈ യെല്ലോ ഡ്രാഗൺ ഫ്രൂട്ട്.